പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 3 വായനകളും ഒറ്റ ഫോക്കസ് പോയിന്റിലാണ് നിൽക്കുന്നത്. അത് എപ്രകാരമാണെന്ന് സുവിശേഷത്തിൻ്റെ അവസാനത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തി തരും. ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ വാക്കുകളാണ്. ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. 2-ാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയും, യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായി ദൈവഹിതാനുസരണം വിളിക്കപ്പെട്ട ഞങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായി ദൈവഹിതാനുസരണം വിളിക്കപ്പെട്ട ഞങ്ങൾ. സുവിശേഷത്തിൻ്റെ അവസാനം ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. 1-ാമത്തെ വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ്. അവിടെ കർത്താവ് പറയുന്നുണ്ട്, ഈ ലോകത്തെ ഉദ്ധരിക്കുവാൻ നീ എൻ്റെ ദാസനായിരിക്കുക. ഇസ്രായേൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാൻ നീ എൻ്റെ ദാസനായിരിക്കുക എന്നുള്ളത് ചെറിയ കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ എത്രയോ വലിയൊരു കാര്യം നിനക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തിക്കുന്നതിന് ഞാൻ നിൻ്റെ ലോകത്തിൻ്റെ പ്രകാശമായി തരും. ഇതാണ് നിയോഗം. കർത്താവിനെ കൊടുക്കാൻ, കർത്താവിൻ്റെ പ്രകാശമായി ജീവിക്കാൻ, കർത്താവിൻ്റെ പ്രത്യാശ പകർന്നു കൊടുക്കാനൊക്കെയുള്ള ജീവിതം നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളത്. 1-ാമത്തെ വായനയിൽ യെശയ്യായും 2-ാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലനും 3-ാമത്തെ വായനയിൽ സ്നാപക യോഹന്നാനും എത്ര പവർഫുള്ളായിട്ടുള്ള സാക്ഷികളാണെന്ന് ആലോചിക്കണം. കർത്താവിന് വേണ്ടി ജീവൻ പോലും പണയം വെച്ച് തീക്ഷ്ണതയോടുകൂടി, അത് ആ വാക്ക് എത്രമാത്രം അതിൻ്റെ ശരിക്കുമുള്ള തീക്ഷ്ണത പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്നറിയില്ല. അത്രയും തീക്ഷ്ണതയോടുകൂടെ കർത്താവിനെ വിളിച്ചു പറയാനായിട്ട് ധൈര്യമുണ്ടായിരുന്ന വിശുദ്ധ പൗലോസ്ലീഹ 1-ാമത്തെ വായനയിൽ യെശയ്യാ പ്രവാചകൻ, സുവിശേഷത്തിലെ സ്നാപക യോഹന്നാൻ. എന്തൊരു കോംബോയാണ് നോക്കണേ. കർത്താവിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിരന്തരം ധൈര്യത്തോടുകൂടെ, പേടിയൊന്നുമില്ലാതെ കർത്താവിന് വേണ്ടി ഉറക്കെ പ്രഘോഷണം നടത്താനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്ന മനുഷ്യർ. കർത്താവെ, ഈ ഞായറാഴ്ച ഞങ്ങൾ അങ്ങയുടെ തിരുമുൻപിലായിരിക്കുമ്പോൾ ഞങ്ങളെ ലോകത്തിൻ്റെ പ്രകാശമാക്കി അങ്ങാകുന്ന വെളിച്ചത്തെ കൊടുക്കുന്ന ദീപനാളങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ ഉള്ളിൽ കിട്ടിയിരിക്കുന്ന ഞങ്ങൾ ആ വെളിച്ചത്തെ ദീപപീഠത്തിൻ്റെ മുകളിൽ ഉയർത്തി വെച്ച് അത് സകല ജനത്തോടും, ഈ ലോകത്തുള്ള എല്ലാവരോടും, കണ്ടുമുട്ടുന്നവരോടുമൊക്കെ ആ വെളിച്ചം പകർന്നു കൊടുക്കുന്ന വിധത്തിൽ കർത്താവെ ഞങ്ങളുടെ ജീവിക്കാൻ അനുവദിക്കണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. വെറുതെ ജീവിച്ചു തീർക്കാനല്ല, സാക്ഷിയായി ജീവിക്കാനായി. നീ എൻ്റെ ദാസനാണ്, എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായി ദൈവഹിതാനുസരണം വിളിക്കപ്പെട്ട ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നു. ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും, എന്നെ അയച്ചവൻ എന്നൊക്കെയാണ് സ്നാപക യോഹന്നാൻ പറയണേ. എന്നെ അയച്ചവൻ. കൃത്യമായിട്ട് നമ്മൾ നിയോഗമായിട്ട് ഈ ഭൂമിയിലേക്ക് കർത്താവ് പറഞ്ഞു വിടുമ്പോൾ അതൊന്നുമില്ല, വെറുതെ അലസരായിട്ടിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. വെറുതെ താലന്ത് കുഴിച്ചു മൂടിയ മനുഷ്യനെ പോലെ ജീവിതം ഇങ്ങനെ കർത്താവിന് അവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് പരുവപ്പെടുത്താതെ എത്ര കാലം നമ്മൾ മുന്നോട്ട് പോകുമെന്ന് നമ്മൾ വിചാരിക്കണേ. കർത്താവെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ വചനത്തിലൂടെ ഓരോ വായനകളിലൂടെയും ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുമെന്നുള്ള വാക്കുകൾ കുറച്ചുകൂടിയൊക്കെ വ്യക്തമാക്കി തരുന്നത് പോലെ ഈ ഒരു ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള ജീവിതത്തിൽ കർത്താവെ അങ്ങയുടെ സാക്ഷിയായി എന്നും നിലകൊള്ളാൻ, വിശുദ്ധ പൗലോസിനെ പോലെ, യെശയ്യാ പ്രവാചകനെ പോലെ, വിശുദ്ധ സ്നാപക യോഹന്നാനെ പോലെ ബോൾഡായിട്ട് ഈശോയെ പറയാൻ, അവൻ്റെ സാക്ഷികളായി ജീവിക്കാൻ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവിനെ പറയാത്ത ഒരു ദിവസം അതെത്ര മാത്രം മോശപ്പെട്ട ഒരു ദിവസമാണെന്ന് വിശുദ്ധന്മാർ നമ്മളോട് പറഞ്ഞു തരും. മോശപ്പെട്ട എന്നുള്ള വാക്കിൻ്റെ ശരിയായ ഒരു അർത്ഥം ഇങ്ങനെ വെറുതെ കളഞ്ഞ ദിവസമാണെന്ന്, ഒരു ഉപകാരവുമില്ലാതെ നശിപ്പിച്ചു കളഞ്ഞ ദിവസമാണെന്നുള്ളത്. കർത്താവിനെ പറയാതെ ജീവിച്ച ഇത്ര കാലത്തെ ദിവസങ്ങൾക്ക് പരിഹാരം ചെയ്തോളാമെന്നുള്ള ഉറപ്പോടുകൂടെ ഇനി കർത്താവിന് വേണ്ടിയിട്ടുള്ള ജീവിതമാണെന്നുള്ള
ഏറ്റുപറച്ചിലോടുകൂടെ അവിടുത്തെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. കർത്താവിൻ്റെ വലിയ സാക്ഷിയായി മാറാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, എന്നെ കാണുമ്പോൾ നീ ക്രിസ്തുവിൻ്റെ ആളല്ലേ എന്ന് മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യം ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. നീയും അവനോട് കൂടെ ഉണ്ടായിരുന്നില്ലേ എന്ന് പത്രോസ്ലിഹിയോട് ചോദിച്ച പോലെ കർത്താവെ, എന്നോട് ചോദിച്ചാൽ അതേ, ഞാൻ അവൻ്റെ കൂടെ ഉള്ളവനാണെന്ന് പറയാനായിട്ടുള്ള ധൈര്യവും സാക്ഷ്യമാകാനായിട്ടുള്ള വലിയ കൃപയും ഞങ്ങൾക്ക് തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.